ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫണ്ട്സ് ഓറയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് ഇത്തിരി പനിയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു വലിയ ഗ്യാപ്പ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതെന്തായാലും ഫില്ലാൻ മാർക്കറ്റ് താഴത്തോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. ആ റീസൺ കൊണ്ട് മാത്രമല്ല, ഗ്യാപ്പിന്റെ റീസൺ കൊണ്ട് മാത്രമല്ല, ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് ഇൻക്രീസ് ആകുന്നുണ്ട് പതിയെ പതിയെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസ് ജംപ്സ് ഓവർ 1% as US issues fresh threats to Iran എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇത്തിരി നല്ലതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ കാര്യത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ, നമുക്ക് ഇവിടെ ഞാൻ ഒരു ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടിരുന്നു. ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഇന്നത്തെ മൂവ്മെന്റോടെ ഫുള്ളി ക്ലോസ് ആയിട്ടുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടോട്ടെ. ഇന്നത്തെ മൂവ്മെന്റോടെ ഫുള്ളി ആ ഗ്യാപ്പ് ക്ലോസ് ആയിട്ടുണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയാറ്, ഒരു ഗ്യാപ്പ് ഫോം ചെയ്താൽ എന്തും ആയിക്കോട്ടെ, റീസൺസ് പലതും ആകാം, പക്ഷേ അത് ഇത് മാർക്കറ്റ് തിയറിയാണ്. ആ ഗ്യാപ്പ് കറക്റ്റ് വന്ന് ഫില്ലാവും. കണ്ടോ, ഇന്നലത്തെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കറക്റ്റ് ആ ഗ്യാപ്പിന്റെ അവിടെ വന്ന് ഫില്ലാവും. ഈ ഗ്യാപ്പ് തിയറിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതിന് ശേഷം ഉണ്ടായ മുകളിലുണ്ടായിരുന്ന ഗ്യാപ്പും ഇവിടെയുള്ള മുകളിലുള്ള ഗ്യാപ്പും കംപ്ലീറ്റ്ലി ഫില്ലായാണ് മാർക്കറ്റ് മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ നേരത്തെ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോ നോക്കുവാണെങ്കിൽ, മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇവിടെ നോക്കുവാണെങ്കിൽ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം ഈ ഗ്യാപ്പ് വരുന്നത് 100 പോയിന്റ്സ് ആണ്. 103 ഉണ്ട്, ഞാൻ റൗണ്ട് അപ്പ് ആയിട്ട് 100 ആണ് പറയുന്നത്. 100 പോയിന്റ്സ് ആണ് ഇവിടെ ഗ്യാപ്പ് വരുന്നത്. ഞാൻ മാർക്ക് ചെയ്യാം, 100 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വരുന്നത്. ഈ ഗ്യാപ്പും പിന്നെ നമുക്ക് നോക്കാനുള്ള ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ, അതായത് ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 24,231 ആണ്. ഇന്നത്തെ നമ്മുടെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസൽ വാല്യൂ വന്നിരിക്കുന്നത് 24,231.85 പ്ലസ് 153 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ്, 0.64% വൈസ് മൂവ്മെന്റ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 100 to 200 പോയിന്റ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത്, 100 to 200 പോയിന്റ്സ് വെച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള നോക്കാൻ നേരത്ത്, ഇന്നത്തെ മൂവ്മെന്റ് ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഈ ഗ്യാപ്പ്, 100 പോയിന്റ്സ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് മെഷർ ചെയ്ത് തന്നെ അനലൈസ് ചെയ്യാം. ഇവിടെ ഈ ഗ്യാപ്പ് തന്നെ ഏകദേശം 101 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആവറേജ് 100 എന്നുള്ളത് ഓൾറെഡി ആ ഗ്യാപ്പോട് കൂടി തന്നെ അപ്പ് മൂവ്മെന്റ് നടത്തി. അതുകൊണ്ട് ഈ 153 പോയിന്റ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗ്യാപ്പും കൂടി കൺസിഡർ ചെയ്ത് വേണം എടുക്കാൻ. ഗ്യാപ്പും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ 153 പോയിന്റ്സ് മൂവ്മെന്റ് വന്നത്. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് പോയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഗ്യാപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് പോകുമെന്ന്. പിന്നെ ഒരു 53 പോയിന്റ്സും കൂടി എടുത്തു പറയുകയാണെങ്കിൽ, ഒരു 53 പോയിന്റ്സും കൂടിയേ മൂവ് അപ്പ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,231 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നാളത്തേക്കുള്ള ഫ്രൈഡേ അനാലിസിസ് നോക്കാം. അപ്പൊ നാളെ മാർക്കറ്റ് വീക്ക്ലി ക്ലോസിംഗും കൂടിയാണ്. ഇന്ന് പിന്നെ എടുത്തു പറയാനാണെങ്കിൽ, എല്ലാവരും ഓർത്ത് നമ്മുടെ സെൻസെക്സിന്റെ കോൺട്രാക്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ, ഇനി നമുക്ക് എടുക്കാവുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,300 ആണ്. ഇത് എടുക്കാനും ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ, ഇവിടെ കറക്റ്റ് ഒന്ന് പ്രിസൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. വളരെ ചെറിയ ഗ്യാപ്പാണ്, നെഗ്ലിജിബിൾ ഗ്യാപ്പാണ്. എന്നാലും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാനൊന്ന് മെഷർ ചെയ്ത് പറയാം. ഇത് നേരത്തെ ഫോം ചെയ്ത ഒരു ഗ്യാപ്പാണ്. ഏകദേശം 16 പോയിന്റ്സ് ആണ്, നെഗ്ലിജിബിൾ ആണ്. പക്ഷേ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. നാളത്തെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ഇത് ആക്ട് ചെയ്യും. ഇതെന്ന് പറയുന്നത് 24,300 ആണ്. ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്.
പിന്നെ നമുക്ക് ഇനി മുകളിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എങ്കിലും എടുക്കുക. 1 അവർ ടൈം ഫ്രെയിം ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 അവർ ടൈം ഫ്രെയിമിൽ ഇൻട്രാഡേയില് 1 അവറിൽ ഒരു ബുള്ളിഷ് 24,300 ബ്രേക്ക് ഔട്ട് എങ്കിലും വേണം. എന്നാൽ മാത്രമേ അടുത്ത ഞാൻ പറയാൻ പോകുന്ന ലെവൽ പ്രശസ്തമാവുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഏകദേശം വരാൻ പോകുന്നത് 24,400 ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,400. ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന റെസിസ്റ്റൻസ് ലെവല്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 24,400 നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോടെ ബ്രേക്ക് ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മള് സംഭവിക്കാൻ പോകുന്നത് 24,400ന്റെ അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് റീട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി മാർക്കറ്റ് ഈ 400 പോയിന്റ്സ്, അതായത് 300 നിന്ന് പിന്നെ ഒരു 400 എന്ന് പറയുന്ന മാക്സിമം ഒരു 200 പോയിന്റ്സേ മൂവ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തോട്ട് റീട്രേസ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം 24,400ന്റെ മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ. ഇനിയും ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ആ ഒരു 24,400ഉം താണ്ടി മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് 1ഉം, സോറി ഞാനിവിടെ റെസിസ്റ്റൻസ് 2 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്ന. അപ്പൊ ഈ ലെവലിൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ക്യാൻഡിൽസ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത വരുന്നത് സപ്പോർട്ടാണ്. അപ്പൊ സപ്പോർട്ട് നമുക്ക് നോക്കാനുള്ളത് 24,100. ഈ ഒരു സപ്പോർട്ടിനെ കുറിച്ച് എടുത്തു പറയാനുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ഇതിനു മുമ്പും, അതായത് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് മാർക്കറ്റ് നോക്കിയാൽ ഈ 24,100ഉം പിന്നെ 24,000ഉം ഓൾവേസ് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 24,100 ആണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതായിരിക്കും നമ്മുടെ ലെവൽ. അപ്പോൾ ഈ ലെവൽ എടുക്കാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഈ ഏകദേശം നമ്മളിപ്പോ മൂവ് അപ്പ് ചെയ്തിരിക്കുന്ന ലെവൽ 153 പോയിന്റ്സ്, ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 to 200 പോയിന്റ്സ് ആണ് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ്. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് ഈ 24,100 ഒരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് വരും. ഇത് ജസ്റ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രം വെച്ചല്ല ഞാനിത് അനലൈസ് ചെയ്യുന്നത്. വേറെയും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഫുൾ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ലെവൽസ് മാത്രമേ ഞാനിപ്പോ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് 24,100 വരും. ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, അതിലാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് നടക്കുന്നത്. അപ്പൊ ഹിസ്റ്ററി വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് 24,000 ആണ്. 24,000 ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇതും ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വലിയൊരു ഡൗൺവേർഡ് ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യം 24,000 ഓൾവേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഇതൊരു മേജർ സപ്പോർട്ട് ലെവലായിട്ടും എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം 100 പോയിന്റ്സ് ഉള്ള നമ്മുടെ ഗ്യാപ്പും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു സോൺ 24,300ന്റെയും 24,100ന്റെയും ഇടയിൽ മൂവ്മെന്റ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഈ സോണിൽ ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യാൻ ധാരാളം ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഇവിടെ റീട്രേസ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ക്യാൻഡിൽ നോക്കണമെന്ന് എടുത്തു പറഞ്ഞത്. അത് 24,300 1 അവറിൽ ബ്രേക്ക് ഔട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞാൻ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണ പോലെ എക്സാക്ട് സെയിം വേയിൽ നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് സെൽഫ് ഡിപെൻഡന്റ് ആയിട്ട് വേറെ ഒരാളെയും ഡിപെൻഡ് ചെയ്യാതെ, വേറെ ചാനലിനെ ഡിപെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് ഇക്വിറ്റിയും പഠിക്കാം. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. കോഴ്സിന്റെ പേര് AI ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ്. ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിൽ വന്ന് പഠിക്കാം. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് ഉണ്ടാവും. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടാവും. സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക്, നിങ്ങളുടെ അനാലിസിസ് അനുസരിച്ചുള്ള സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ പഠിപ്പിച്ചു തരും. സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ടാവും. ഇപ്പോൾ അഥവാ ഓഫ്ലൈനോ ഓൺലൈനോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ലെങ്കിൽ നമുക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ ബോണസ് ആയിട്ട് ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ,
9999 ടോട്ടലി ഫ്രീ ആയിട്ട് ഈ കോഴ്സിന്റെ ഒപ്പം നൽകുന്നുണ്ട്. ബോണസ് ടു റിസ്ക് മാനേജ്മെന്റ് മോഡ്യൂൾ 5999 നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. മണി മാനേജ്മെന്റ് മോഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ട്രേഡിംഗ് ചെയ്യുമ്പോൾ എത്ര ഭാഗം വെക്കണം, എത്ര ഭാഗം നമ്മൾ ഒരു കൺസർവേറ്റീവ് ആയിട്ട് വെക്കണം, എന്നാലേ എത്ര നമുക്ക് തിരിച്ചു കിട്ടും, ഇതൊക്കെ മണി മാനേജ്മെന്റ് മോഡ്യൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇക്വിറ്റി ട്രേഡിംഗ് മോഡ്യൂൾ 9999 കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി, ഇക്വിറ്റി ട്രേഡിംഗ് മോഡ്യൂൾ, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ, ഇതെല്ലാം കൂടി നമുക്ക് വരുന്നത് ഇൻക്ലൂഡിംഗ് GST നോക്കിയാൽ വരുന്നത് 49,554 എന്ന എമൗണ്ട് ആണ്. അത് നമ്മൾ വെട്ടിക്കുറച്ച് എല്ലാവർക്കും അഫോർഡബിൾ ആയ 5898 എന്ന പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡിംഗ് ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതേ സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഏർലി ബേർഡ് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്ന 10 സ്റ്റുഡൻസിന് നമ്മൾ ഓണം ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ 5898 എന്ന പ്രൈസും വെട്ടിക്കുറച്ച് 4999 ആണ് കൊടുക്കുന്നത്. പിന്നെ GST കൂടി വരുമ്പോഴാണ് 4718 എന്ന പ്രൈസിൽ വരുന്നത്. GST ഉള്ളവർക്ക് ക്ലെയിം ചെയ്യാം, നമ്മൾ ബില്ല് നൽകുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ 8870135772 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോഴ്സിനെ കുറിച്ച്, കോഴ്സിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ പറയാം. ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂളിലെ ഫിബൊനാച്ചി അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, പിന്നെ ഓൾ ദ പാറ്റേൺസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാൻഡിൽസ്റ്റിക്, പ്രൈസ് ആക്ഷൻ, അനട്ടോമി, കാൻഡിൽ അനട്ടോമി, പിന്നെ പലതരം ട്രേഡിംഗ് സ്ട്രാറ്റജി, സ്ട്രാങ്കിൾ, ഇതെല്ലാം കവർ ചെയ്യുന്ന AI ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. AI കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ AI നമുക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ ടെക്നിക്കൽ അനാലിസിസ് മാനുവലി ചെയ്യുന്നതിൽ AI ഉപയോഗിച്ച്, ChatGPT മാത്രമല്ല കേട്ടോ, വേറെ നിങ്ങൾ ChatGPT ആണെന്ന് വിചാരിക്കരുത്, വേറെ നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ട്, അതും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്താണ് ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഓഫർ ഗ്രാബ് ചെയ്യാം. അധികം നാളത്തേക്ക് ഈ ഓഫർ ഉണ്ടാവില്ല, ഓണം ഓഫറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 4718 നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് കടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ 1 അവർ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് സെമിട്രിക്കൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. സെമിട്രിക്കൽ ട്രയാങ്കിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ചെയ്തത് താഴത്തോട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു അന്ന് തന്നെ സെമിട്രിക്കൽ ട്രയാങ്കിൾ, എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. സെമിട്രിക്കൽ ട്രയാങ്കിൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആവും. അങ്ങനെ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ വലിയൊരു ഫോൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ആദ്യമേ തന്നെ നമുക്കൊരു സിഗ്നൽ കിട്ടിയിരുന്നു. ഇവിടത്തെ കാണുന്ന ചെറിയ ഗ്യാപ്പ്, ഓക്കെ, ഈ ചെറിയ ഗ്യാപ്പ് ഒരു ഡൗൺവേർഡ് ഗ്യാപ്പ് ആയിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് സിഗ്നൽ കിട്ടിയിരുന്നു, അതായത് മാർക്കറ്റ് താഴത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ അതിനുശേഷം ഫോം ചെയ്ത ഗ്യാപ്പ്, അതായത് ഞാൻ വയ്യാണ്ടായിരുന്നപ്പോൾ ഫോം ചെയ്ത ഗ്യാപ്പ് ഒക്കെ ഫില്ലായിട്ടുണ്ട്. പിന്നെ ഫോം ചെയ്ത ഒരു ഗ്യാപ്പ് ഇവിടെയാണ്, അതും ഫില്ലായി. പിന്നെ ഇവിടെയാണ് ഫോം ചെയ്ത നെക്സ്റ്റ് ഗ്യാപ്പ്, അതും ഫില്ലായി. ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് അതും ഫില്ലായി. ഇനിയിപ്പോ നമുക്ക് ബാക്കി അപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗ്യാപ്സ് ഫില്ലായി. ഇനിയുള്ള പുതിയ ഗ്യാപ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇന്ന് ഫോം ചെയ്ത ഗ്യാപ്പ് വെച്ച് തന്നെ നമുക്ക് അനലൈസിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 57,495 എന്ന ലെവലിലാണ് ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 57,495.90 പ്ലസ് 256 പോയിന്റ്സ് അപ്പ്, 0.45% അപ്പ് മൂവ്മെന്റ്. ഓക്കെ, പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു പറയാനാണെങ്കിൽ ഇന്ന് കമ്പാരിറ്റീവ്ലി നോക്കിയാൽ ബാങ്കിങ് സെക്ടേഴ്സ് ഇത്തിരി നല്ലോണമാണ് പെർഫോം ചെയ്തത്. അത് മാത്രമല്ല ഗ്യാപ്പ് ഉണ്ട്, അതും കൺസിഡറേഷൻ എടുക്കണം. ഞാൻ നിഫ്റ്റി പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ ഇവിടെയും പറയാനുള്ളത്. ഇവിടെ ഏകദേശം വരുന്നത് 180 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് 180 പോയിന്റ്സ് ഗ്യാപ്പ്. ക്ലോസിങ്ങും പിന്നെ ഈ ഗ്യാപ്പും വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മൂവ്മെന്റും എല്ലാം കൂടി എടുത്തു വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഗ്യാപ്പ് 180 പോയിന്റ്സ് ഉണ്ട്. പിന്നെ ബാക്കി 56 നെഗ്ലിജിബിൾ പോയിന്റ്സ് ആണ് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും അല്ല കാര്യം, ഗ്യാപ്പ് ഓൾറെഡി ആവറേജ് മൂവ്മെന്റ്, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അതിനകത്ത് ഏകദേശം 180 എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് 200 പോയിന്റ്സോളം ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു 56 പോയിന്റ്സും കൂടി മൂവ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ വളരെ വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ഇതിനെ കാണരുത്, ഗ്യാപ്പും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ ഇത് വെച്ചാണ് ഞാൻ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് ഒരു പാരലൽ ചാനൽ ഫോം ചെയ്തിട്ടുണ്ട്. നല്ല പ്രോപ്പർ പാരലൽ ചാനലാണ് ഫോം ചെയ്തേക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസസ് വരാൻ പോകുന്നത് ഇവിടെ ഇത് പാരലൽ ചാനൽ റെസിസ്റ്റൻസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ഇവിടെ നല്ല പ്രോപ്പർ പാരലൽ ചാനലാണ് വരാറുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബെയറിഷ് പാരലൽ ചാനൽ
ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നേരത്ത് ആ ചാനൽ ബ്രേക്ക് ഔട്ട് ആകാൻ നേരത്ത് കൂടുതൽ ചാൻസ് ഒബ്സർവേഷൻ വഴി നമ്മൾ നോക്കാൻ നേരത്ത് കാണുന്ന കൂടുതൽ ചാൻസ് അപ് സൈഡിലോട്ട് ബ്രേക്ക് ഔട്ട് ആകാനാണ്. പക്ഷെ അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് 1 ആയ 57,700 ബ്രേക്ക് ഔട്ട് നടക്കണം. ഞാനിവിടെ മാർക്ക് ചെയ്യാം 57,700. ഇതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ. 57,700 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 57,700. അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് 2 വരുന്നത് 57,900 ആയിരിക്കും. ഓക്കെ, 57,900 ഏകദേശം ഇവിടം കൊണ്ടുവരും. ഇത് രണ്ടും ഞാനിവിടെ മാർക്ക് ചെയ്തേക്കണം, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പാരലൽ ചാനൽ റെസിസ്റ്റൻസസ് തന്നെയാണ്. ഞാൻ മാർക്ക് ചെയ്തോട്ടെ 57,900. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളിഷ് കാൻഡിൽ കൺഫർമേഷന് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 57,500 അവിടെ 1 അവർ നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ, മർബോസു, ബുള്ളിഷ് എൻഗൾഫിൻ ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ ഇവിടെ നിന്ന് ഫോം ചെയ്താൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ ഇൻവേർട്ടഡ് ഹാമർ എന്നാ പറഞ്ഞ, ഹാമർ എന്നല്ല. ഇൻവേർട്ടഡ് ഹാമർ ഫോം ഇവിടെ വന്നിട്ട് ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, ഈ 57,700 ബ്രേക്ക് ഔട്ട് ആകാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് നടക്കുന്നതായിരിക്കും, താഴത്തോട്ടുള്ള ഡൗൺവേർഡ് മൂവ്മെന്റ് നടക്കുന്നതായിരിക്കും. അതേസമയം ഒരു ഹാമർ ആണ് ഇവിടെ വന്ന് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാം. അതും 1 അവറിൽ കാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അതാണ് എടുത്ത് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് മൂവ് ചെയ്താൽ നമ്മുടെ ആവറേജ് മൂവ്മെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് ഇവിടം വരെ ആവുമ്പോൾ തന്നെ ഇപ്പോഴത്തെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന്, അതായത് ഇവിടം വരെ ആകുമ്പോൾ തന്നെ 404 പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 57,900 ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ അഫ്കോഴ്സ് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ ഫോം ചെയ്യണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വരെ എത്തിയിട്ട് കൂടുതൽ താഴത്തോട്ട് റീട്രേസിംഗ് ആണ് സാധ്യത. അല്ലെങ്കിൽ അത്ര വലിയ മൂവ്മെന്റും നല്ലൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടും ഉണ്ടായാൽ മാത്രമേ അപ്സൈഡ് മൂവ്മെന്റ് നടക്കുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇനി സപ്പോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ പാരലൽ ചാനൽ സപ്പോർട്ട് തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒന്ന് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 57,250 ആണ്. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോണ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് എടുത്തോട്ടെ. 57,250 നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സപ്പോർട്ട് പാരലൽ ചാനലിലെ, നമ്മുടെ ബെയറിഷ് പാരലൽ ചാനലിന്റെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷൻ വെച്ച് കണ്ടാലും അറിയാലോ, ആ ഒരു ലെവൽ എത്തുമ്പോഴേക്ക് ഈ 180 പോയിന്റ്സ് ഗ്യാപ്പ് ഈസിലി ക്ലോസ് ആവും. അതും ശ്രദ്ധിക്കണം. 57,250 ആണ് നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാവുന്നത് 57,000 ആണ്. കാര്യം വേറൊന്നുമല്ല, ഇത് പാരലൽ ചാനൽ സപ്പോർട്ടും കൂടിയാണ്. അത് മാത്രമല്ല, നമുക്ക് ഇതിനു മുമ്പ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്ത് അത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത സ്ഥലവും കൂടിയാണ്. പിന്നെ ഫിബൊനാച്ചി അനാലിസിസ് നോക്കാൻ നേരത്തെ ഈ ഒരു ലെവൽ, ഈ രണ്ട് ലെവലും, അതായത് 57,250യും 57,000ഉം ഒരു ഇമ്പോർട്ടന്റ് ലെവൽസ് ആയിട്ട് വരുന്നുണ്ട്. ഫിബൊനാച്ചി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ ഫിബൊനാച്ചി അനാലിസിസ് ചെയ്യണമെന്നൊക്കെ. പിന്നെ വോളിയം അനാലിസിസ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഇൻഡെക്സ് പെർഫോമൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ ഇൻഡെക്സ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയാനുള്ളത്, മൂവ്മെന്റ് ബുള്ളിഷ് ആണെങ്കിലും ഗ്യാപ്പും കൂടി കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു 1% മുകളിൽ ഒരു ഇൻഡെക്സും പെർഫോം ചെയ്തിട്ടില്ല. എല്ലാം ഒരു 0.4, 0.5 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ആകെപ്പാടെ നിഫ്റ്റി 50 ഒരു ഇത്തിരി എടുത്ത് പറയാം. നിഫ്റ്റി 50, നിഫ്റ്റി സ്മോൾ ക്യാപ്പും 0.68 എന്ന് എടുത്ത് പറയാം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു 0.5 അല്ലെങ്കിൽ 0.5ന്റെ താഴെയാണ് നിൽക്കുന്നത്. സെക്ടോറിയൽ ഇൻഡിസസിൽ എടുത്ത് പറയാനാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് എന്ന് എടുത്ത് പറയണം. പ്രത്യേകിച്ച് നിഫ്റ്റി മീഡിയ നല്ലൊരു പെർഫോമൻസ് ആണ് തന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി റിയൽറ്റി അതും നല്ലൊരു പെർഫോമൻസ് ആണ് തന്നത്. അതേസമയം PSU ബാങ്കും നിഫ്റ്റി കെമിക്കൽസും ഇത്തിരി ബെയറിഷ് പെർഫോമൻസ് ആണ് നൽകിയത്. പക്ഷെ PSU ബാങ്ക് അത്ര അങ്ങോട്ട് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ വാല്യൂ കണ്ടാൽ തന്നെ പറയാം 0.01%. അത് വളരെ നെഗ്ലിജബിൾ, എന്തെന്നാണ് വേണമെങ്കിൽ 0% എന്ന് വേണമെങ്കിൽ എടുക്കാം. കംപ്ലീറ്റ്ലി 0 ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. കാര്യം ആക്ച്വലി ഇന്ന് ബാങ്കിങ് ഇത് നല്ലോണം പെർഫോം ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നിഫ്റ്റി ബാങ്ക് 0.45, ഒരു 0.5ന്റെ അടുത്ത്, 0.5ന്റെ അടുത്ത് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് നിഫ്റ്റി IT ആൻഡ് ടെലികോം
സ്മോൾ ക്യാപ്പാണ്, മിഡ് സ്മോൾ ക്യാപ്പാണ്. അത് ഇത്തിരി നല്ലോണം പെർഫോം ചെയ്തു. കാര്യം 1% ഇല്ലെങ്കിലും നിഫ്റ്റി IT 0.7% സെക്ടർ വൈസ് മൂവ്മെന്റ് നടത്തി. അതിന്റെ ഒരു റിഫ്ലക്ഷൻ നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ്പ് IT ടെലികോം സെക്ടറിലും കാണിച്ചിട്ടുണ്ട്. കൂടുതൽ കാണിച്ചത് നിഫ്റ്റി MSIT ടെലികോം സെക്ടറിലാണ്. പിന്നെ നമ്മുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ, ശ്രീരാം ഫൈനാൻസ്, കൊഡാക് ബാങ്ക് ഇതൊക്കെ നല്ല പെർഫോമൻസ് ആ കാണിച്ചത്. അതിനകത്ത് ഇറ്റേണൽ ആണ് ഏറ്റവും നല്ല 2.48% കാണിച്ചത്. ലൂസേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് ടാറ്റ കൺസ്യൂമബിൾസ് ആണ്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്ങും കാണാം, ഗെയിനേഴ്സിന്റെ കാര്യമോ പറയണം, ടോപ്പ് ഗെയിനേഴ്സ് ബാങ്കിങ്ങും കാണാം, സിമെന്റ് സെക്ടറും കാണാം, അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള റിയൽറ്റി സെക്ടറും എല്ലാം കാണാം. പക്ഷേ ഇതൊരു കമ്പൈൻഡ് പെർഫോമൻസ് ആയിട്ട്, ഇതൊരു ഹൈബ്രിഡ് പെർഫോമൻസ് ആയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലൂസേഴ്സ് ലിസ്റ്റ് ആണെങ്കിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ, ഇൻഡിഗോ, നെസ്ലെ ഇന്ത്യ, HCL, TMPV, ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിന്റ് ഇതൊക്കെയാണ് ലൂസേഴ്സ് ആയിട്ട് നിഫ്റ്റി 50 പെർഫോം ചെയ്തത്. ഇനി ഗെയിനേഴ്സ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞു ബാങ്ക് നിഫ്റ്റി ഇത്തിരി നല്ലോണമാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവൻ 0.5, 0.6 ആ ഒരു ലെവലിലാണെങ്കിൽ കൂടി കൊഡാക് ബാങ്ക് 1.82% അപ്പ് മൂവ്മെന്റ്. അതിന്റെ തൊട്ട് താഴെ ആക്സിസ് ബാങ്ക്, AU ബാങ്ക്, ICICI ബാങ്ക്, HDFC, PNB ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, കാനറ ബാങ്ക് ഇതൊക്കെ നല്ലോണം പെർഫോം ചെയ്തു. ലൂസേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ലൂസർ ആയിട്ട് വന്നത് യൂണിയൻ ബാങ്ക് ആണ്. ഇത്തിരി ബെയറിഷ് 1.19%, ഇത്തിരി മോശമായിട്ടാണ് ശരിക്കും യൂണിയൻ ബാങ്ക് പെർഫോം ചെയ്തത്. അതിന്റെ കുറച്ചും കൂടി നല്ലോണം പെർഫോം ചെയ്തത് ലൂസേഴ്സ് ലിസ്റ്റ് ആണെങ്കിലും അത്ര വലിയ ലൂസറായിട്ട് വരാത്തത് ഫെഡറൽ ബാങ്കും, ഇൻഡസ് ബാങ്കും, ബാങ്ക് ഓഫ് ബറോഡ, SBI ആണ്. ഓക്കെ, ഇനി ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ഫിൻ നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ നേരത്തെ ഉള്ള അനാലിസിസ് ഏകദേശം സെയിം ആണ്. ഞാൻ അത്ര സെയിം കാര്യങ്ങൾ, ബാങ്ക് നിഫ്റ്റിയുടെ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലും വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വീഡിയോ വലുതാക്കുന്നില്ല. ഇവിടെ എടുത്തു കാണിക്കാനുള്ള ഒരു കാര്യം, ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, സെൽ ട്രെൻഡ് ലൈൻ ഉണ്ട്, എടുത്തു പറയേണ്ട കാര്യമാണ്. പാരലൽ ചാനൽ അല്ല, പാരലൽ ചാനൽ ആണെന്ന് പറയാറായിട്ടില്ല, ഒരു സെൽ ട്രെൻഡ് ലൈൻ ആണ് വന്നേക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട പോയിന്റ്, ഇന്നത്തെ ഗ്യാപ്പ് അപ്പോടുകൂടി, അതായത് ഇവിടെ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഏകദേശം 90 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഞാൻ അതും കൂടി മാർക്ക് ചെയ്യാം. 90 പോയിന്റ്സ് ഗ്യാപ്പ്, 90 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഗ്യാപ്പോട് കൂടി ഈ സെൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഇന്നത്തെ ക്ലോസിങ്ങും എടുത്തു നോക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ക്ലോസിങ് വെച്ച് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. 26,203 ആണ് ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ 26,203.90 പ്ലസ് 190 പോയിന്റ്സ് അപ്പ്. ഇവിടെയും എടുത്തു പറയേണ്ട കാര്യം, 90 പോയിന്റ്സ് ഓൾറെഡി ഗ്യാപ്പ് ആണ്. പിന്നെ 0.73% അപ്പ് മൂവ്മെന്റ്. ഫിൻ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് 150 to 200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് ഇവിടെ 190 പോയിന്റ്സ് ഓൾറെഡി 90 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. 200ന്റെ അടുത്ത് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തും കൂടി കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു മൂവ്മെന്റിന് ശേഷം ആ ഒരു ആവറേജ് മൂവ്മെന്റ്, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ആവറേജ് മൂവ്മെന്റ് എപ്പോഴും നോട്ട് ചെയ്യണം. ആ ഒരു ആവറേജ് മൂവ്മെന്റിന് ശേഷം തിരിച്ചു മാർക്കറ്റ് താഴ്ത്തോട്ട് ഡൗൺഫോൾ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു സെൽ ട്രെൻഡ് ലൈനും കൂടിയുണ്ട്, അതും കൂടി നോക്കേണ്ടതാണ്. അതുകൊണ്ട് മൺഡേ ഓപ്പണിങ്ങും നാളത്തെ ക്ലോസിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലെവൽസും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. റെസിസ്റ്റൻസ് 1 നമുക്ക് നോക്കാൻ പറ്റുന്നത് 26,300 ആണ്. റെസിസ്റ്റൻസ് 1 വരാൻ പോകുന്നത് 26,300. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരാൻ പോകുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 26,000. ഇത് സപ്പോർട്ടാണ്. 26,000 ആയിരിക്കും സപ്പോർട്ടായിട്ട് വരുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 26,000 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് നാളത്തേക്ക് ആക്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയിലുള്ള 90 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. ഇവിടെ ഒരു ബെയറിഷ് കാൻഡിൽ ആണ് ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. അത് ആ ഗ്യാപ്പ്, ഫോം ചെയ്ത ഗ്യാപ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഫില്ല് ചെയ്യാനുള്ള മൂവ്മെന്റ് ആയിരിക്കും. അതേസമയം ഇവിടെ വന്നിട്ട് ഒരു ബുള്ളിഷ് കാൻഡിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ, അതായത് 26,300 ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ഒരു ബുള്ളിഷ് കാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു അപ്വേർഡ്, ഒരു മാക്സിമം ട്രേഡ് എടുക്കാവുന്നത്. കാര്യം ആവറേജ് മെഷർമെന്റും കൂടി നോക്കണം. അപ്പോൾ ആവറേജ് ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഇന്നത്തെ ക്ലോസ് ചെയ്ത ലെവലിൽ നിന്ന് നമുക്കറിയാം 150 to 200 പോയിന്റ്സ് ആണ്. അപ്പോൾ ഒരു ആവറേജ്
നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് നെക്സ്റ്റ് ഒരു 70 പോയിന്റ്സും കൂടിയേ നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്താലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അത്രയും വലിയ ഗ്യാപ്പ് അപ്പോ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ടോ വരണം. അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് ആ ഒരു ചെറിയ ഒരു 70 പോയിന്റ്സും കൂടി മൂവ് ചെയ്ത് കഴിഞ്ഞു. കാര്യം ഇവിടെ നിന്ന് ഇത്രയും ഓൾറെഡി മൂവ് ചെയ്യാനുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നിന്ന് ഇത്രയും ഓൾറെഡി മൂവ് ചെയ്യാനുണ്ട്. അതും കഴിഞ്ഞ് ഒരു 70 പോയിന്റ്സ് കൂടിയ അപ്വേർഡ് മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇത്രയും തന്നെ മെഷർമെന്റ് തന്നെ 85 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു 70 പോയിന്റ്സും കൂടിയേ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. അതും ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നടന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ലെവൽസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് സെൻസെക്സിലോട്ട് പോവാം. സെൻസെക്സ് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാര്യം സെൻസെക്സിൽ കുറെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലോസ് ആയി. പക്ഷെ ഇപ്പോഴും സെൻസെക്സിൽ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ലായിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെയുള്ള ഗ്യാപ്പ്, ഏകദേശം ഇവിടെ താഴെയുള്ള ഗ്യാപ്പ് ഇപ്പൊ അത് അത്രയും ശ്രദ്ധിക്കണ്ട. പക്ഷെ ഞാൻ പറയാൻ ലെവൽസ് ഏതൊക്കെയാണ് നോക്കണ്ടതെന്ന്. ഇത് വരുന്നത് 368 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പാണ്. കൺസിഡറബിളി നമുക്ക് എടുക്കാവുന്ന ഒരു ഗ്യാപ്പാണ് 368 പോയിന്റ്സ് എന്നൊക്കെ പറയാൻ നേരത്ത് സെൻസെക്സിന്റെ കേസിൽ. പിന്നെ ഓൾറെഡി സെൻസെക്സിന് ഇന്ന് ഗ്യാപ്പ് അപ്പ് വന്നിരിക്കുന്നത് 351 പോയിന്റ്സ് ആണ്. 351 പോയിന്റ്സ്. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് 351 പോയിന്റ്സിനാണ് ആദ്യം കൊടുക്കേണ്ടത്. ഈ ഗ്യാപ്പിന്റെ മൂവ്മെന്റിലോട്ട് അല്ലെങ്കിൽ ഗ്യാപ്പിന്റെ സ്പേസിലോട്ട് മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാവരും ഓർത്ത് കോൺട്രാക്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ റെസിസ്റ്റൻസ് ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ റെസിസ്റ്റൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ക്ലോസിംഗ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. 77,537 ഇന്നത്തെ തേഴ്സ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 77,537.72 പ്ലസ് 628 പോയിന്റ്സ് അപ്പ്. 628 എന്ന് പറയുമ്പോൾ പിന്നെയും ഞാൻ എടുത്തു പറയുന്നു 351 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആണ്. പിന്നെ 0.82% അപ്പ് മൂവ്മെന്റ്. സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് എപ്പോഴും പറയാറുള്ള പോലെ 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പോൾ ഗ്യാപ്പോട് കൂടി വെച്ച് നോക്കാന്ന് വെച്ചാൽ 628 പോയിന്റ്സ് നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷെ ശരിക്കും ഗ്യാപ്പ് കഴിഞ്ഞ് നടന്നത് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പൊ ഇത് വെച്ച് നമ്മൾ വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടാവുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ, ഇൻട്രാഡേ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 78,000 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 78,000. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരാൻ പോണ 78,000. ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ താഴത്തോട്ട് സപ്പോർട്ട് ലൈൻ നോക്കുവാണെങ്കിൽ 77,000 ആയി. അതായത് ഈ ഗ്യാപ്പും ഫില്ല് ചെയ്ത് താഴെ വരുന്ന സപ്പോർട്ട് ലെവലാണിത്. ഇതെന്ന് പറയുന്നത് 77,000 ആണ്. ഇതാണ് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറായ 8870135772 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വാട്സാപ്പ് കോൾ ചെയ്യാം, വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. ഞാൻ വാട്സാപ്പ് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു ഈസി കോളിന് വേണ്ടിയാണ് ഞാൻ വാട്സാപ്പ് നമ്പർ വെച്ചിരിക്കുന്നത്. ഫോൺ കോൾ ചെയ്താൽ കിട്ടില്ല. വാട്സാപ്പ് നമ്പറിൽ മെസ്സേജോ കോളോ ചെയ്താൽ ഞാൻ ഓഫ്കോഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓണം ഓഫർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണം ഓഫർ ഉണ്ട്, മാക്സിമം ഗ്രാബ് ചെയ്യാൻ നോക്കുക. വിത്ത് AI സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഓപ്ഷൻ ട്രേഡിംഗ് പ്ലസ് ഇക്വിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റിയും കൂടി നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാകാതെ നോക്കുക. ഓക്കെ, ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എൻ്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എൻ്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.